Hey everyone, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. ടപ്പേത് പരിപാടി തീർക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ട്. അതിന്റെ കൂടെ എനിക്ക് ക്ലാസ്സസ് ആഫ്റ്റർ ദാറ്റ് എനിക്ക് ക്ലാസ് ഉണ്ട്. ക്ലാസ്സസ് ആയിട്ട് ജസ്റ്റ് ഞാൻ ലിപ്സ്റ്റിക്കും കണ്ണെഴുതാൻ മാത്രമേ ചെയ്യാറ്. അപ്പോൾ ഇന്ന് വീഡിയോയും കൂടെ എടുക്കാനാകുമ്പോൾ കുറച്ചൊന്ന് പോഷായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. യൂഷ്വലി നമുക്ക് എത്തിക്കേറ്റ്സ് ഉണ്ട്, അത് ഫോളോ ചെയ്യണം. പ്രൊഫഷണലിസം എന്നുള്ള ആ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലിരിക്കുന്ന മാക്സിമം ഡ്രസ്സ് ഒന്നും ഇട്ടിട്ടിരിക്കാൻ പറ്റില്ല. ഗ്രൂമിങ് അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു മേക്കപ്പ് അല്ല, ഒരു മിനിമൽ മേക്കപ്പിൽ പോഷ് മേക്കപ്പ് അല്ല, ബട്ട് ഗ്രൂമിങ് ചെയ്ത് നീറ്റായിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലൈക്ക് വർക്ക് ഗെറ്റ് റെഡി വിത്ത് മീ. ഓക്കെ, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഇവിടെ ഭയങ്കര തണുപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്കിന്നല്ല, പൊതുവെ ഇവിടെ ഇങ്ങനെ ലൈക്ക് ഡ്രൈ ആവും. നമുക്ക് ഒരു ഇച്ചിരി നേരം കഴിയുമ്പോഴേക്കും ഡ്രൈ ആവും. അപ്പം അങ്ങനെയുള്ള ഇതിനെക്കുറിച്ച് ഞാനൊന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ച് മറന്നു പോകും. ഈ ഒരു സംഭവം ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിൻ്റെ അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. വെരി ഹെൽത്തി. കുഞ്ഞ് ബേബീസിന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സംസാരിക്കാത്ത അതിനെക്കുറിച്ച് ഒന്നും ഇരുന്നിട്ട്. ഇപ്പം നമ്മുടെ റോഡിൽ കുറച്ച് തിരക്കായിരിക്കും ഈ ഒരു സമയം, കാരണം സ്കൂൾ ബസ്സസ് വരുന്നൊരു സമയമാണ്. ഇങ്ങനെ ഒന്ന് വിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ലിപ്സ്റ്റിക് ആണ് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത്. എങ്ങനെ ഞാൻ പറഞ്ഞില്ല, റെഡ് ഷെയ്ഡാണ്, പക്ഷെ ഒരു ഇച്ചിരി ഇട്ടാൽ തന്നെ ഭയങ്കര പോഷായിട്ട് തോന്നും. ഒബ്വിയസ്ലി ഇന്ന് ഞാനൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് ചെയ്യുന്നത്. പൊതുവേ ഞാൻ അങ്ങനെയാണ്, ഒറ്റ ഷെയ്ഡിൽ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത് റെയറാണ്. ആ ഒരു ലിപ്സ്റ്റിക് ലൈറ്റ് ഷെയ്ഡിൽ ഇടുക എന്നല്ലാതെ. ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുത്ത ലിപ്സ്റ്റിക് ഇൻസൈറ്റിന്റെ 24 hours എന്നുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽസിന്റെ കാർഡ്സ് ഞാൻ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലിപ്സ്റ്റിക്കിന്റെ എൻ്റെ അടുത്ത് ചോദിക്കരുത്. പിന്നെ ഞാൻ ഒരു ലിപ് ലൈനർ ഇട്ട് കൊടുത്തു. ഞാൻ കണ്ണങ്ങടെ എഴുതുന്നില്ല, ജസ്റ്റ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാജൽ വന്നിട്ട് സൂഡിയോയുടേതാണ് കേട്ടോ. നല്ല അടിപൊളി സംഭവമാണ്. അതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് അമേസിങ്. അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 49 പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ. രണ്ട് കണ്ണും തമ്മിൽ കണ്ടില്ലേ? ഈ കണ്ണ് ഇത്രയേ ഉള്ളൂ, ഈ കണ്ണ് ഇത്രയുണ്ട്. രണ്ടും ഒരേപോലെ ഞാനിപ്പോൾ എഴുതിയിരിക്കണേ. താഴെ ഞാൻ എഴുതുന്നില്ല കേട്ടോ. പിന്നെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഐബ്രോ പെൻസിൽ വെച്ചിട്ട്, ബ്ലാക്ക് ഐബ്രോ പെൻസിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ നമുക്ക് നല്ലത് കോഫി കളർ ഐബ്രോ പെൻസിലാണ്. അങ്ങനെ ആകുമ്പം ആ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ആയിട്ട് നിൽക്കില്ല. എൻ്റെത് പിന്നെ കുറച്ച് കട്ടിയുള്ള ഐബ്രോസ് ആയതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുത്തിരിക്കുന്നത്. കട്ടിയില്ലാത്ത ഐബ്രോസ് ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, എപ്പോഴും കോഫി കളർ ഒരു ലിപ് ലൈനർ വാങ്ങിച്ചിട്ട് ഐബ്രോ ആയിട്ട് യൂസ് ചെയ്യുക നിങ്ങൾ. അല്ലെങ്കിൽ അങ്ങനത്തെ ഐബ്രോ കളർ പെൻസിൽ ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുക. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടില്ല, കോമ്പാക്ട് അപ്ലൈ ചെയ്യുന്നില്ല. നോ ഫൗണ്ടേഷൻ മേക്കപ്പ് ആണ് കേട്ടോ. ജസ്റ്റ് കാജൽ, ലിപ്സ്റ്റിക്, ഐബ്രോ പെൻസിൽ, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ അടിപൊളിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുടി വെട്ടാൻ പോവാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ എൻ്റെ തലയിട്ട് വരുന്നുണ്ടാവുന്ന. ഇനി ഇത് വന്നിട്ട് കുറച്ച് നല്ല ലെങ്തായി. ഇത്ര ലെങ്ത് ഞാൻ ചെയ്യാറില്ലാത്തതാണ്. അപ്പോൾ ഒന്ന് നമുക്ക് വെട്ടാം. ഓക്കെ, ഞാൻ എങ്ങനെയാണ് വീട്ടിൽ മുടി വെട്ടുന്നതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. വരും.